പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ വചനം സുഭാഷിത പുസ്തകം 24:19 അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട, ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. അതായത് അവരൊക്കെ നോക്കിയ പള്ളിയില്ല, പട്ടക്കാരനും ഇല്ല, പക്ഷെ എന്ത് പോക്ക പോണ ദൈവമേ. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, പലരും അച്ഛനോട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ഞങ്ങളുടെ ജീവിതം നോക്കി, അവരെയൊന്നും നോക്കി ഇതൊന്നുമില്ല. അതാണ് തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട, ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്നിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല, ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല, ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. അത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ഭയങ്കര ധനാഢ്യനായ മനുഷ്യൻ, പിന്നത്തെ തലമുറ വരുമ്പോഴേക്കും ഒന്നും അല്ലാത്ത വിധത്തിൽ ആ മനുഷ്യത്തിന് അവസാനം ആകുമ്പോഴേക്കും എങ്ങനെയാണ് അദ്ദേഹത്തിന് ബിസിനസ്സും ബാക്കി എല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളിസായി പോയിരുന്ന ഒരു കാര്യം എനിക്കറിയാം. അങ്ങനെ ഓരോ ജീവിതങ്ങളെ നോക്കുമ്പോൾ അതിന്റെ അവസാനം പ്രിയ സഹോദരങ്ങളെ ശുഭമായിരിക്കില്ല, നന്നായിരിക്കില്ല. അതുകൊണ്ട് നമ്മള് കർത്താവിന്റെ വഴി പോകുമ്പോൾ ചിലപ്പോൾ ഞെരുക്കുണ്ടായിരിക്കും, ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടായിരിക്കും, രോഗങ്ങളായിരിക്കും, അടിക്കടി രോഗങ്ങളായിരിക്കും, ബുദ്ധിമുട്ടുകളായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പിന്മാറരുത്. പിശാച് പല രീതിയിൽ നമ്മളെ കാണിക്കും. നീ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, നോക്കി പ്രാർത്ഥിക്കാത്തവനെ നോക്കി എന്നൊക്കെ. ചിലപ്പോൾ ഒരു ഭയങ്കരമായ മാനുഷിക ദൃഷ്ടിയിൽ ഭയങ്കര വളർച്ചയായിരിക്കും അവർക്ക്, പ്രാർത്ഥിക്കാത്തവർക്ക്, ഈശോയോട് ചേർന്ന് നടക്കാത്തവർക്ക്. പക്ഷെ പ്രിയ സഹോദരങ്ങൾ, അതൊരു ഭാവിയില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. ഇത് അച്ഛൻ പറയണതല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ശക്തമായിട്ട് കർത്താവിന്റെ കൂടെ നടക്കാം. ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, ഒന്നിനു പുറകെ ഒന്നായ ദുരന്തങ്ങളുണ്ടാകും. എന്നാലും കർത്താവിനെ വിട്ടേക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം മതി കർത്താവിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട്. എത്രയോ പേരുടെ അനുഭവങ്ങളുണ്ട്. ഇനി അങ്ങനെ ഒരു പക്ഷേ ഈ ജീവിതാവസാനം വരെ നമ്മൾ മാനുഷികമായ രീതിയിലുള്ള ഒരു രക്ഷ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കർത്താവ് ഇതെല്ലാം നന്മയായി എനിക്ക് മാറ്റും എന്ന കാര്യത്തിൽ, ഇതിനെല്ലാം നന്മയാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പനി, അതുപോലെ നീർവീഴ്ച, തൊണ്ടപ്രശ്നം ഇതൊക്കെ ഉണ്ടെന്നറിയാം. കർത്താവ് നമ്മെ ഇതെല്ലാം ഒരു സഹനത്തിന്റെ ഭാഗമായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ യേശു ഇടവരുത്തട്ടെ കേട്ടോ. ഹല്ലേലൂയ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.